ശ്രീ ഭഗത്ത് അവധി കഴിഞ്ഞെത്തുന്ന ബാലുവിനെ കഴക ചുമതലയിൽ തന്നെ തിരികെ പ്രവേശിപ്പിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ വാശിയോടെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ. അപ്പോൾ നോക്കൂ, അത് വളരെ കറക്റ്റാണ്. ഇന്ന് ഞാൻ വീണ്ടും ആ ന്യൂസ്, വാസവൻ്റെ ന്യൂസ് ഞാൻ കേട്ടിട്ടാണ് അതിന് മുന്നിൽ വന്നിരിക്കുന്നത്. നോക്കൂ, നമുക്കറിയാം ഈയിടെ നടന്നൊരു സംസ്ഥാന സമ്മേളനം, ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഹൈന്ദവ സംഘടനയിലേക്ക് താങ്കളുടെ കാലിലെ ചുവട്ടിലെ മണൽ ഒഴുകിപ്പോകുന്നു എന്നൊരു പ്രസ്താവന, അതോടൊപ്പം തന്നെ ഈ വിവാദ വിഷയം തമ്മിൽ ഒന്ന് കൂട്ടിയിണക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളെ മേളങ്ങൾ, ക്ഷേത്രകലകൾ, അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പല വിഭാഗത്തിലുള്ള ആൾക്കാർ, ചെണ്ടയിലായാലും മറ്റേലായാലും എല്ലാം, കഥകളിൽ പോലും വിവിധ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ അതിൽ വർക്കെടുക്കുമ്പോൾ അതിലേക്ക് ആത്മീയതയിലേക്ക് അതിൽ ലയിച്ച് ചേരുമ്പോൾ നോക്കൂ, പാരമ്പര്യമായി പകർന്നു കിട്ടിയ തങ്ങളുടെ അതായത് നമ്മളെ പാരമ്പര്യമായി പകർന്നു കിട്ടിയ അല്ലെങ്കിൽ അതിനോട് അവകാശമുള്ള ഒരു ജോലിക്ക് വേണ്ടി മാത്രമുള്ള ചില വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഹൈന്ദവ സമൂഹം മുഴുവനും ജാതിയിൽ അധിഷ്ഠിതമാണ്, അതുപോലെ തന്നെ മറ്റുള്ള പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യണു എന്ന രീതിയിലുള്ള മുതിർന്ന ജാതിക്കാർ ജാതീയത കാണിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് മനസ്സിലാവുന്നില്ല. നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിച്ചറിയാം, എവിടെയും ഒരു ഐത്തം എവിടെയും നമ്മൾ കാണുന്നില്ല, തൊഴുകുന്നതിലും ഒന്നും തന്നെ. ക്ഷേത്രകലകളിൽ എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. മതജാതി വ്യത്യാസമില്ലാതെയാണ് അവിടെ നമുക്ക് ആസ്വദിക്കുന്നത്. അത് ചെണ്ട കൂട്ടുന്നതായാലും മറ്റ് മദ്ദളത്തിലായാലും ഏതിലായാലും നമുക്ക് അതിൻ്റേതായുള്ള കാഴ്ചപ്പാടുകൾ കാണാതെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ട്രസ്റ്റിമാരുടെ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പാരമ്പര്യമായ അവകാശങ്ങളെ മാത്രം ഇവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലുള്ള ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ജാതിയിലേക്ക് ഉപജാതിയിലേക്കുള്ള പിളർപ്പിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അതിൽ ചില സ്വാമിമാരും വീണിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് വേദന നൽകുന്നത്. സ്വാമിമാർ എന്ന് പറയുന്നത് ജാതിക്കും അതുപോലെ തന്നെ ഒക്കെ അപ്പുറമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സ്വാമിമാരാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഘടനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. നമുക്ക് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, ഞാൻ ഏത് സമുദായം എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഞാനിത് പറഞ്ഞ് ഡിബേറ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ നില കേസ് വരാൻ സാധ്യതയുണ്ട്. ലവ് ജിഹാദ് പറഞ്ഞാൽ ഉറപ്പാണ് ഇവിടെ കേസാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് എഴുതി ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി, കഴിഞ്ഞു പണി അവൻ്റെ. പിന്നെ അവൻ എൻക്വയറിയാണ്. നോക്കൂ, ഞങ്ങളെ പ്രദേശത്ത് ഒരു നമ്മളെ പശ്ചിമ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2-3 വ്യക്തിത്വങ്ങൾ അവിടുത്തെ ഹത്യക്കെതിരായിട്ടൊരു ഫ്ലക്സ് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞില്ല മറ്റുള്ള എൻക്വയറി വരികയും സ്റ്റേഷനിൽ നിന്ന് എൻക്വയറി ചെയ്യുകയും വിളിപ്പിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിലാണ് ഈ പാലക്കാട് ജില്ല പോലും നിലനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രങ്ങൾ മാത്രം ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ സുഹൃത്ത് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയും ഞാൻ അനുഭവിച്ചാണ്. ഞങ്ങളെ ഒന്നും പറയാം, ഞാൻ ആ ഫോട്ടോയിൽ വന്നില്ല എന്ന് മാത്രം. എൻ്റെ ഇപ്പോൾ സുഹൃത്ത് രാജേഷും അതുപോലെ തന്നെ വിജയൻ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ പാലക്കാട് ജില്ലയിലെ മണ്ണൂർ പ്രദേശത്തെ നഗരപ്രദം പ്രദേശത്ത് ഒരു ഫ്ലക്സ് വെച്ചപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ നിന്ന് ഫോൺ വരികയാണ്, എന്നിട്ട് എൻക്വയറി വരികയാണ്. നോക്കൂ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെ, കയ്യും കാലും എല്ലാം അടച്ചു കെട്ടിയൊരവസ്ഥയിലാണ്. ഹൈന്ദവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദിയും അതുപോലെ തന്നെ ഹൈന്ദവരെതിരെ പ്രവർത്തിക്കുന്നവരൊക്കെ സ്വർഗീയവാദികളുമായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പൊ ജാതിയുടെ പേര് പറഞ്ഞിട്ട് കൊണ്ട് വിഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇലക്ഷനോട് അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തോട് ബന്ധപ്പെട്ട് പാർട്ടി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ ആ ഒരു ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ദേവസ്വം ബോർഡിലെ ഈ ചെറിയ ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇവിടെ നിയമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാട്ടിക്കൂട്ടൽ നടത്തിയിട്ടുണ്ടാവുക. ഒരിക്കൽ പോലും വാര്യ സമൂഹമോ തന്ത്രി സമൂഹമോ ഒരിക്കൽ പോലും ഈ കാലഘട്ടത്തിൽ എവിടെയും ഒരു അയിത്തം കാണിച്ചിട്ടില്ല.